Hi dears and welcome to a new video. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2024 ഡിഗ്രി അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 4 ഇയർ UG പ്രോഗ്രാം ആണ് 24 മുതൽ ഡിഗ്രി വരുന്നത്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 4 ഇയർ UG പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസും പിന്നെ ഓരോ കാറ്റഗറി, അതായത് കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട എന്നിങ്ങനെ ഉള്ളവർക്കൊക്കെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, എങ്ങനെയാണ് അപ്ലിക്കേഷൻ വരുന്നത്, പിന്നെ അപ്ലിക്കേഷന്റെ ഒരു ഓവറോൾ വ്യൂ ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിലും അതും രേഖപ്പെടുത്തുക. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വെബ്സൈറ്റ്, നിങ്ങൾക്ക് കാണുന്ന ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് admission.uoc.ac.in എന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വെബ്സൈറ്റിലാണ് ഇവർ പ്രസിദ്ധീകരിക്കുക. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിൽ 4 ഇയർ UG പ്രോഗ്രാം 2024 എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ UGയുടെ സ്പെസിഫിക് ആയിട്ടുള്ള പേജിലേക്ക് പോകും. അപ്പൊ ഇത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കണ്ടതാണ്, നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിൽ അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് അപ്ലൈ നൗ ഉണ്ട്. റെഗുലേഷൻസ്, 4 ഇയർ UGയുടെ റെഗുലേഷൻ ഡീറ്റെയിൽസും 3 ഇയർ BVOC പ്രോഗ്രാംസിന്റെ റെഗുലേഷൻ ഡീറ്റെയിൽസും പിന്നെ ഓൺലൈൻ അപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസും ഒക്കെ ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇന്ന് നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അപ്പൊ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുള്ള പത്രക്കുറിപ്പാണ്, പ്രസ് റിലീസാണ്. അപ്പൊ ഇതിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കാണാത്തവർ അല്ലെങ്കിൽ അറിയാത്തവർക്കായിട്ട് ഒന്നും കൂടി ഷെയർ ചെയ്യാന്നേ ഉള്ളൂ. അപ്പം അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ 1 1/6/2024 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് UG പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ ഫീ വരുന്നത് SC/ST കാൻഡിഡേറ്റ്സിന് 195 റുപ്പീസും മറ്റെല്ലാ കാൻഡിഡേറ്റ്സിനും 470 റുപ്പീസുമാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത്. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് നമ്മളിപ്പോൾ കണ്ടു, www.admission.uoc.ac.in എന്നതാണ്. അപ്പം ഈ പറഞ്ഞ മാതിരി 4 ഇയർ UG പ്രോഗ്രാമിന് 4 ഇയേഴ്സ് വരും. അതിന്റെ റെഗുലേഷൻസ് എല്ലാം വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ BVOC പ്രോഗ്രാം, വൊക്കേഷണൽ പ്രോഗ്രാംസിന് 3 ഇയേഴ്സ് ആണ് വരുന്നത്. അത് 4 ഇയർ UG പ്രോഗ്രാമിന്റെ റെഗുലേഷന്റെ അണ്ടറിൽ വരുന്നതല്ല. അതിന്റെ അതായത് 3 ഇയർ BVOC പ്രോഗ്രാമിന്റെ റെഗുലേഷൻ വേറെ തന്നെയാണ്, അതും വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 4 ഇയർ UG പ്രോഗ്രാം എങ്ങനെയാണ് വരുന്നത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ UG പ്രോഗ്രാം റെഗുലേഷൻ പ്രകാരം നിങ്ങൾക്ക് 3 കാറ്റഗറി ആയിട്ട് ABC എന്ന 3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ UG ചെയ്യാം. 3 ഇയർ UG പ്രോഗ്രാം ആയിട്ട് ചെയ്യാം, അതാണ് കാറ്റഗറി A, 3 വർഷത്തെ UG പ്രോഗ്രാം. ഓക്കെ, പിന്നെ കാറ്റഗറി B വരുന്നത് 4 ഇയർ UG പ്രോഗ്രാം, അത് ഓണേഴ്സ് ആയിരിക്കും. അപ്പോൾ ഓർഡിനറി UG പ്രോഗ്രാം, ഓണേഴ്സ് UG പ്രോഗ്രാം. ആൻഡ് കാറ്റഗറി C വരുന്നത് 4 ഇയർ UG പ്രോഗ്രാം അഗെയിൻ ഓണേഴ്സ് വിത്ത് റിസർച്ച്, അതായത് നിങ്ങൾക്ക് റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവും, ഓണേഴ്സ് ബിരുദം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് നിങ്ങളുടെ UG പ്രോഗ്രാം വരുന്നത്. ഇതാണ് ജസ്റ്റ് ഒരു ഓവർവ്യൂ ഓഫ് യുവർ 4 ഇയർ UG പ്രോഗ്രാം. അപ്പൊ നിങ്ങൾക്ക് 3 ഇയറിൽ UG എടുക്കാം, 4 ഇയർ UG എടുക്കാം, അതായത് 4 ഇയർ വിത്ത് ഓണേഴ്സ് ആൻഡ് ഓണേഴ്സ് വിത്ത് റിസർച്ച്, അങ്ങനെ 2 കാറ്റഗറി 4 ഇയർ UGയിൽ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് UG പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഓപ്ഷൻസ് ഫോർ UG പ്രോഗ്രാം വരുന്നത്. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും തന്നെ CAP ID ആയിട്ട് ചെയ്യണം. അതായത് CAP ID എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു യൂസർ നെയിം പാസ്വേഡ് പോലെയുള്ള ഒരു ഡാറ്റയാണ് CAP ID. CAP IDയും പാസ്വേഡും യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്കും നിങ്ങൾ കൊടുത്ത നമ്പറിലേക്കും അതേപോലെ നിങ്ങൾ കൊടുത്ത മെയിലിലേക്കും ഒക്കെ നിങ്ങളുടെ CAP IDയും കാര്യങ്ങളും വരുന്നതായിരിക്കും. അപ്പോൾ ആ CAP ID വെച്ചിട്ടാണ് മറ്റെല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യേണ്ടതും ബാക്കി ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതും. പിന്നെ നിങ്ങൾ സ്വന്തം മൊബൈൽ നമ്പർ അല്ലെങ്കിൽ പാരൻസിന്റെ മൊബൈൽ നമ്പർ വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അതിലേക്ക് 1 ടൈം പാസ്വേഡ് വരും. അപ്പോൾ ആ മൊബൈൽ നമ്പർ വാലിഡേറ്റ് ചെയ്ത് ഇതിന് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഫോണിലേക്കായിരിക്കും വരിക. അപ്പം നിങ്ങൾ ആ മൊബൈൽ നമ്പർ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ BCom BBA അങ്ങനെ ഇങ്ങനെ എല്ലാ കോഴ്സുകൾക്കും A to Z കോഴ്സുകൾക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ട് ഈ ഇയർ ഓൺവേർഡ്സ്. അതായത് ഓണേഴ്സ് പ്രോഗ്രാം ആണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ അതിന് മേജർ ഉണ്ടാവും, മൈനർ ഉണ്ടാവും, സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. ഇങ്ങനെ 3 കാറ്റഗറി ഓഫ് പ്രോഗ്രാംസ് വരും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സ് നോക്കുക, കോളേജ് നോക്കുക. കോളേജിന്റെ വെബ്സൈറ്റിൽ ഏതൊക്കെയാണ് മേജർ, മൈനർ, സ്പെഷ്യലൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഓരോ കോളേജിന്റെയും വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ അപേക്ഷിക്കുമ്പം നിങ്ങളുടെ മാർക്സ് NSS NCC അതുപോലെ നോൺ ക്രീമി ലെയർ
പിന്നെ EWS ഇങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ആപ്ലിക്കേഷന്റെ ബേസിസിലാണ് നിങ്ങളുടെ എല്ലാ കോളേജിലേക്കും, അതായത് ഇതൊരു സിംഗിൾ വിൻഡോ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എല്ലാ കോളേജിലേക്കും ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ വെച്ചിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ വരിക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. 20 ഓപ്ഷൻ വരെയാണ് ഒരു കാൻഡിഡേറ്റിന് കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഈ 20 ഓപ്ഷനിൽ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ ഗവൺമെന്റ് കോളേജ്, എയ്ഡഡ് കോളേജ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് എല്ലാം ആ ഒരു 20 ഓപ്ഷനിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് കോഴ്സുകളൊക്കെ ആ രീതിയിൽ വേണം ക്രമീകരിക്കാനായിട്ട്. അതേപോലെ തന്നെ ഈ ഓപ്ഷന്റെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളെ കമ്മ്യൂണിറ്റി സീറ്റ്സും വരുന്നത്. സോ കമ്മ്യൂണിറ്റി കോട്ട അപ്ലിക്കേഷൻ കൊടുക്കുന്നുള്ളവര് ആ ഓപ്ഷൻസും ഈ 20 ഓപ്ഷന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങളുടെ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റിന്റെ അന്ന് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഓരോ പ്രാവശ്യം എഡിറ്റ് ചെയ്ത അപ്ലിക്കേഷൻ ഫോമും നിങ്ങൾ വീണ്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കുക. നിങ്ങൾ ഇപ്പൊ പ്രിന്റ് എടുത്ത ഒരു ഡീറ്റെയിൽസും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ അയച്ചു കൊടുക്കേണ്ടതില്ല. അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ ഫോമിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ പ്രിന്റ് ഔട്ട് ആവശ്യമായിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്തൊക്കെ എഡിറ്റ് ചെയ്താലും അതിനുശേഷമുള്ള ഏറ്റവും ഫൈനൽ കോപ്പി ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. അത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അവിടെ സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് അവിടെ സബ്മിറ്റ് ചെയ്യുക. പിന്നെ എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാരും, ജനറൽ ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നവരും, മാനേജ്മെന്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ്, ഡിസേബിലിറ്റി കോട്ട, അങ്ങനെ ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾ CAP ID രജിസ്റ്റർ ചെയ്യണം. അതായത് ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി മാനേജ്മെന്റ് കോട്ട അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട അപ്ലിക്കേഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് CAP ID രജിസ്റ്റർ ചെയ്യുന്നതിന്റെ പുറമെ നിങ്ങൾ ഏത് കോളേജിലാണ് സീറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജിൽ നേരിട്ട് പോയിട്ട് ഒരു അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ മാനേജ്മെന്റ് അപ്ലിക്കേഷനും സ്പോർട്സ് കോട്ട അപ്ലിക്കേഷനും ഓരോ കോളേജുകളിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു അപ്ലിക്കേഷൻ കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പൊ കോളേജുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക ആ കാര്യങ്ങൾക്കായിട്ട്. പിന്നെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വെബ്സൈറ്റ് ആയ admission.uoc.ac.in എന്ന വെബ്സൈറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഈ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ഇനി അതിലേക്ക് കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടോ എന്നുള്ളതൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാം, നിങ്ങളെ അറിയിക്കാം. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് ഇവിടെ കുറെ ഫോൺ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യു ക്യാൻ ഡയറക്ട്ലി കോൺടാക്ട് ദ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ത്രൂ ദീസ് ഫോൺ നമ്പേഴ്സ്. സോ ഇതാണ് ജനറൽ ആയിട്ട് UG പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതേപോലെ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വിശദമായിട്ട് പറയാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും. സോ എല്ലാവരും UG പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. June 1 വരെയാണ് ഡേറ്റ് ഉള്ളത്. പിന്നെ ലാസ്റ്റ് ഡേറ്റിന് കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ഗുഡ് ബൈ, താങ്ക് യു.